അനുസരിച്ച് നരസിംഹസ്വാമിയുടെ അവതാര സ്ഥലമാണ് അഹോബിലം. ക്ഷേത്രങ്ങളിൽ 8ാമത്തെ ക്ഷേത്രമായ ഛത്രവധ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന വീടുകളും കെട്ടിടങ്ങളും ഒക്കെയുള്ള ഏതോ ഒരു ഗ്രാമത്തിലൂടെയായിരുന്നു കുറച്ചു ദൂരം യാത്ര. അഹോബിലം എന്ന വാക്കിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങൾ പറയും. നരസിംഹ ക്ഷേത്രങ്ങളും പോയി ദർശിക്കാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് നവനരസിംഹമൂർത്തി വളരെ മനോഹരമായ ശില്പങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്. ദർശന വേളയിലാണ് നരസിംഹ പഞ്ചാമൃത സ്തോത്രമാണുള്ളത്. വിദേശ ആക്രമണങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ സംരക്ഷിക്കാനായി വിഗ്രഹങ്ങളുമായി ക്ഷേത്രത്തിനകത്തുള്ള ഒരു ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നില്ല. നമസ്കാരം, റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയെക്കുറിച്ചും നരസിംഹമൂർത്തിയുടെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ മഹാവിഷ്ണു നരസിംഹമായി അവതരിച്ച ഭൂമിയിലെ പുണ്യസ്ഥലത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലെ അഹോബിലം എന്ന പ്രദേശത്താണ് ഭഗവാൻ മഹാവിഷ്ണു നരസിംഹ അവതാരം കൈക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ചത് എന്നാണ് വിശ്വാസം. പൂർവഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന നല്ലമല വനപ്രദേശത്താണ് അഹോബിലം എന്ന പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അഹോബിലത്തിനെ ലോവർ അഹോബിലം, അപ്പർ അഹോബിലം എന്നിങ്ങനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഇവിടെ നരസിംഹമൂർത്തിയുടെ 9 ഭാവങ്ങളിലുള്ള നവനരസിംഹ ക്ഷേത്രങ്ങളെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ലോവർ അഹോബിലത്തിലും അപ്പർ അഹോബിലത്തിലുമായി ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഓരോ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാരായണന്റെ നവനരസിംഹ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നതിന് മുൻപ് അഹോബിലം എന്ന സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് അഹോബിലം. ചെന്നൈയിൽ നിന്നും 400 കിലോമീറ്ററിനുള്ളിൽ ദൂരമുണ്ട് അഹോബിലത്തേക്ക്. ചെന്നൈയിൽ നിന്നും റോഡ് മാർഗം അഹോബിലത്തേക്ക് പോകുന്നതിന് റെനിഗുണ്ട, കടപ്പ, അല്ലഗദ എന്നീ സ്ഥലങ്ങൾ കടന്നു പോകണം. ഗൂഗിൾ മാപ്പിൽ കാണിച്ച മറ്റൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ അഹോബിലത്തേക്ക് പോയത്. കടപ്പ എന്ന സ്ഥലത്തിന് മുൻപേ ഹൈവേയിൽ നിന്നും മാറി ഒരു ഗ്രാമപ്രദേശത്തു കൂടിയായിരുന്നു യാത്ര. വിശാലമായ കൃഷിയിടങ്ങളിൽ ചോളപ്പാടങ്ങളായിരുന്നു ഏറെയും ഉണ്ടായിരുന്നത്. മാർച്ച് മാസമായതിനാൽ വിളവെടുപ്പെല്ലാം ഏറെക്കുറെ കഴിഞ്ഞിരുന്നു. ചോളം വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം റോഡിന്റെ ഒരു വശത്തായി കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഉണക്കാനിട്ടിരുന്ന കാഴ്ച ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ചോളം കൂടാതെ പൂകൃഷിയും മറ്റെന്തൊക്കെയോ കൃഷികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ പഴക്കം ചെന്ന വീടുകളും കെട്ടിടങ്ങളും ഒക്കെയുള്ള ഏതോ ഒരു ഗ്രാമത്തിലൂടെയായിരുന്നു കുറച്ചു ദൂരം യാത്ര ചെയ്തിരുന്നത്. ഉച്ചയോടെ ഞങ്ങൾ അഹോബിലത്ത് എത്തിച്ചേർന്നു. അഹോബിലം ഒരു ചെറിയ പട്ടണമാണെന്നത് കൊണ്ട് തന്നെ താമസത്തിനും ഭക്ഷണത്തിനും വലിയ സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടലുകളോ റെസ്റ്റോറന്റുകളോ ഒന്നും ലഭ്യമല്ല. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. കൂടാതെ ധാരാളം ഹോം സ്റ്റേകളും അവിടെ തന്നെ ഹോംലി ഫുഡുകൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളുമുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് വിപ്രമലൈ സദൻ എന്ന ഹോം സ്റ്റേ. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു റൂമായിരുന്നു ഇവിടെ ഞങ്ങൾ എടുത്തത്. മുകളിലത്തെ നിലയിലും റൂമുകളുണ്ട്. ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. വെജിറ്റേറിയൻ ഫുഡാണ്. മാത്രമല്ല ഉള്ളി, വെളുത്തുള്ളി എന്നിങ്ങനെ തമോ ഗുണങ്ങളുള്ള പച്ചക്കറികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സാത്വിക് ഫുഡായിരുന്നു അവിടെ ലഭിച്ചത്.
സ്ഥലപുരാണം അനുസരിച്ച് അഹോബിലം എന്ന വാക്കിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അഹോവീര്യം, അഹോശൗര്യം, അഹോബാഹു പരാക്രമഃ, നാരസിംഹം പരം ദൈവം, അഹോബിലം, അഹോബലം. ഇതാണ് അഹോബിലത്തിനെ കുറിക്കുന്ന ശ്ലോകം. അഹോ എന്നാൽ ആശ്ചര്യമെന്നും ബിലം എന്നാൽ ഗുഹ എന്നുമാണ് അർത്ഥം. ആശ്ചര്യമാർന്ന ഗുഹ എന്നാണ് അഹോബിലം എന്ന വാക്കിന്റെ അർത്ഥം. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ ഭഗവാനെ നരസിംഹരൂപത്തിൽ ദർശിക്കണമെന്ന് ആഗ്രഹിച്ച് തപസ് അനുഷ്ഠിച്ചതിന്റെ ഫലമായി ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട ഗുഹയാണ് അഹോബിലം എന്നാണ് ഐതിഹ്യം. അഹോബലം എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഉഗ്രരൂപത്തിൽ നരസിംഹമായി അവതരിച്ച മഹാവിഷ്ണുവിന്റെ ശക്തി കണ്ട ദേവന്മാർ ആശ്ചര്യമാർന്ന ബലം എന്ന അർത്ഥത്തിൽ അഹോബലം എന്ന് പറഞ്ഞു എന്നാണ് മറ്റൊരു ഐതിഹ്യം. ബ്രഹ്മാണ്ഡ പുരാണം അനുസരിച്ച് നരസിംഹസ്വാമിയുടെ അവതാര സ്ഥലമാണ് അഹോബിലം. ഇവിടം കൃതയുഗ ക്ഷേത്രമാണെന്നും പറയുന്നുണ്ട്. 12 ആഴ്വാർകളിൽ ഒരാളായ തിരുമങ്കൈ ആഴ്വാർ അഹോബിലത്തെ സ്തുതിച്ച് ഭാസുരങ്ങൾ പാടിയിട്ടുണ്ട്. ശ്രീ വൈഷ്ണവ രാമാനുജ സമ്പ്രദായത്തിന്റെ ശിരാകേന്ദ്രം കൂടിയായ അഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന നവനരസിംഹ ക്ഷേത്രങ്ങളും അഹോബില മഠത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ശ്രീ ആദിവ സടഗോപ യതീന്ദ്ര മഹാദേശികനാണ് അഹോബില മഠം സ്ഥാപിച്ചത്. ഇനി നമുക്ക് അഹോബില ക്ഷേത്ര ദർശന വേളയിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് സന്ദർശിക്കുന്നതെന്നും ഓരോ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. അഹോബിലത്തിൽ പ്രധാനമായും നരസിംഹമൂർത്തിയുടെ 9 ക്ഷേത്രങ്ങളാണ് ദർശിക്കുന്നത്. ഇവ നവനരസിംഹ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു. ഇതിൽ അപ്പർ അഹോബിലത്തിൽ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഗ്രസ്തംഭവും ലോവർ അഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രഹ്ലാദ വരദ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രവും ഉൾപ്പെടുത്തിയാൽ 11 പുണ്യസ്ഥലങ്ങൾ ഈ യാത്രയിൽ നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും. ഈ യാത്രയിൽ ഞങ്ങൾ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ആദ്യ ദിവസം സന്ദർശിച്ചതെന്നും ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് 2ാമത്തെ ദിവസം സന്ദർശിച്ചത് എന്നതിനെയും അടിസ്ഥാനമാക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും നമുക്ക് സമാധാനപരമായി സന്ദർശിക്കാനുള്ള സമയം ലഭിക്കും. ആദ്യം അഹോബില ക്ഷേത്രങ്ങളുടെ ഒരു മാപ്പ് നമുക്ക് പരിശോധിക്കാം. അതിലൂടെ ഏതൊക്കെ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന ഏകദേശ ധാരണ ലഭിക്കും. അഹോബിലത്തെ ദിഗുവ അഹോബിലം അഥവാ ലോവർ അഹോബിലം എന്നും എഗുവ അഹോബിലം അഥവാ അപ്പർ അഹോബിലം എന്നും 2ആയി തിരിക്കുന്നു. ഇതിൽ മേൽ അഹോബിലവും കീഴ് അഹോബിലവും തരംതിരിക്കുന്നതിന് മധ്യഭാഗമായി കാരഞ്ച നരസിംഹസ്വാമി ക്ഷേത്രത്തെ കണക്കാക്കിയാൽ കീഴ് അഹോബിലത്തിൽ 4 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഛത്രവട, യോഗാനന്ദ, ഭാർഗവ, കാരഞ്ച നരസിംഹ ക്ഷേത്രങ്ങളാണ് അവ. ഇതിൽ പ്രഹ്ലാദ വരദ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം നവനരസിംഹ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഇനി കാരഞ്ച നരസിംഹ ക്ഷേത്രത്തിന് മുകളിലായി കാണുന്ന 5 ക്ഷേത്രങ്ങൾ അഹോബില നരസിംഹ ക്ഷേത്രം, പാവന, ക്രോഡ, മാലോല, ജ്വാല നരസിംഹ ക്ഷേത്രങ്ങളാണ്. ഇതിൽ പാവന നരസിംഹ ക്ഷേത്രത്തിലേക്ക് മേൽ അഹോബില ക്ഷേത്രത്തിന് സമീപമുള്ള വഴിയിലൂടെ നടന്നും പോകാം, അല്ലെങ്കിൽ കീഴ് അഹോബിലത്തിൽ നിന്നും ജീപ്പ് മാർഗവും പോകാം. ഭാർഗവ നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ജീപ്പിലാണ് പോകേണ്ടത്. ഏറ്റവും മുകളിലായി കാണുന്ന ഉഗ്രസ്തംഭം നവനരസിംഹ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നില്ല. മഹാവിഷ്ണുവിന്റെ 108 ദിവ്യദേശങ്ങളിൽ 97ാമത്തെ ദിവ്യദേശമാണ് അഹോബിലം. ഭഗവാന്റെ 10 അവതാരങ്ങളിൽ 4ാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം. ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനായി തൂണ് പിളർന്ന് പുറത്തേക്ക് വന്ന നരസിംഹം ഹിരണ്യവധത്തിന് ശേഷവും കോപമടങ്ങാതെ ഈ വനപ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞു. അങ്ങനെ ഈ വനപ്രദേശത്ത് നരസിംഹമൂർത്തി ഓരോ ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളുണ്ടായി. ഭഗവാൻ 9 ഭാവങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ് നവനരസിംഹ ക്ഷേത്രങ്ങളായി മാറിയത് എന്നാണ് വിശ്വാസം. ഈ 9 പ്രദേശങ്ങളിൽ ഓരോന്നിലും ഓരോ നവഗ്രഹ ദേവന്മാർ നരസിംഹമൂർത്തിയെ ആരാധിച്ചിരുന്നതായും പറയുന്നു. അതിനാൽ നവനരസിംഹ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിലൂടെ നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. സിംഗവേൽ കുണ്ട്രം എന്ന മറ്റൊരു പേരും അഹോബിലത്തിനുണ്ട്. സ്ഥലപുരാണം അനുസരിച്ച് നല്ലമല എന്ന പ്രദേശത്തെ ആദിശേഷനായും ആദിശേഷന്റെ തല തിരുപ്പതിയും മധ്യഭാഗം അഹോബിലവും വാലറ്റം ശ്രീശൈലവും ആയി കരുതുന്നു. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ 8ാമത്തെ ക്ഷേത്രമായ ഛത്രവട നരസിംഹ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ആദ്യം ദർശനം നടത്തിയത്. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ 8ാമത്തെ ക്ഷേത്രമായ ഛത്രവട നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഭഗവാൻ ഇവിടെ സ്വയംഭൂ മൂർത്തിയായാണ് ദർശനം നൽകുന്നത്. ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് ഇവിടെ 6 അടി ഉയരമാണുള്ളത്. മാത്രമല്ല കേതുദോഷത്തിന് പരിഹാര സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. ഛത്രവടം എന്നാൽ ആൽമരം എന്നാണ് അർത്ഥം. ആൽമരത്തിനടിയിലിരിക്കുന്നതിനാൽ ഭഗവാനെ ഇവിടെ ഛത്രവട നരസിംഹം എന്നറിയപ്പെടുന്നു. നരസിംഹമൂർത്തിയുടെ 9 ഭാവങ്ങളിൽ വളരെ പ്രസന്ന ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കാണപ്പെടുന്നത്.
വളരെ വിടർന്ന പുഞ്ചിരിയോടെ ഇടത് കൈയിൽ താളമുദ്രയോടെയാണ് ഭഗവാൻ ശ്രീകോവിലിൽ ദർശനം നൽകുന്നത്. താളമുദ്രയോടുകൂടി നരസിംഹസ്വാമിയെ ദർശിക്കാൻ മറ്റെങ്ങും സാധിക്കില്ല എന്നതും ഇവിടത്തെ പ്രത്യേകതയാണ്. ഭഗവാന്റെ ഈ പ്രസന്ന ഭാവത്തിന് ഒരു കാരണമുണ്ട്. ഒരിക്കൽ ആഹാ ഹൂഹു എന്ന് പേരുള്ള 2 ഗന്ധർവന്മാരുണ്ടായിരുന്നു. മേരുപർവ്വതത്തിൽ നിന്നും എത്തിയ അവർ അവരുടെ ഗന്ധർവ സംഗീതത്താൽ നരസിംഹത്തെ സന്തോഷിപ്പിച്ചു. അവരുടെ ഗാനത്തിന് താളമിട്ട് ആസ്വദിക്കുന്ന രൂപത്തിലാണ് ഭഗവാനെ ഇവിടെ കാണുന്നത്. ഗന്ധർവന്മാരുടെ പാട്ടിൽ സംതൃപ്തനായ ഭഗവാൻ അവരോട് എന്തു വരം വേണമെന്ന് ചോദിച്ചു. നൃത്തത്തിനും സംഗീതത്തിനുമുള്ള ആസ്വാദനവുമായി ബന്ധപ്പെട്ട് എന്നേക്കും അവരുടെ പേരുകൾ നിലനിൽക്കണമെന്നവർ ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാൻ അവർ ചോദിച്ച വരം കൊടുത്ത് അനുഗ്രഹിക്കുകയും മോക്ഷം നൽകുകയും ചെയ്തു. അങ്ങനെ ആഹാ ഹൂഹു എന്നത് ആസ്വാദനത്തിന്റെ ശബ്ദങ്ങളായി മാറി എന്നാണ് ഐതിഹ്യം. ഇന്ദ്രനും മറ്റു ദേവതകളും ഇവിടെ നരസിംഹത്തെ ആരാധിച്ചിരുന്നതായി കരുതുന്നു. അതിനാൽ ഈ ക്ഷേത്രം ദേവതാ ആരാധനാ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ 7ാമത്തെ ക്ഷേത്രമാണ് അടുത്തതായി ദർശിച്ച യോഗാനന്ദ നരസിംഹസ്വാമി ക്ഷേത്രം. ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷം ഭഗവാൻ പ്രഹ്ലാദന് ഗുരുസ്ഥാനത്ത് നിന്ന് ഉപദേശങ്ങൾ നൽകുകയും യോഗമുദ്രകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സ്ഥലമായതിനാലാണ് ഭഗവാനെ ഇവിടെ യോഗാനന്ദ നരസിംഹം എന്നറിയപ്പെടുന്നത്. തെക്ക് കിഴക്ക് ദിശയിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ധ്യാന നിലയിൽ ശാന്ത സ്വരൂപനായാണ് ദർശനം നൽകുന്നത്. ശ്രീകോവിലിനുള്ളിൽ നരസിംഹസ്വാമിയുടെ സ്വയംഭൂ മൂർത്തിയും ഉത്സവമൂർത്തിയും ഉണ്ട്. നവഗ്രഹങ്ങളിൽ ശനിദേവന് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ ക്ഷേത്രം. യോഗാനന്ദ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപമായി തന്നെ നവനരസിംഹസ്വാമികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രം സമീപകാലത്ത് നിർമ്മിച്ചതാണ്. പുരാതന വിശ്വാസപ്രകാരം അഹോബിലത്തിൽ പല സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന 9 നരസിംഹ ക്ഷേത്രങ്ങളും നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ളവയാണ്. അതിനാൽ 9 ക്ഷേത്രങ്ങളും ദർശിക്കുന്നതിലൂടെ നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. അഹോബിലത്തിൽ പല സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നവനരസിംഹ ക്ഷേത്രങ്ങളും പോയി ദർശിക്കാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് നവനരസിംഹമൂർത്തിയെയും ഒപ്പം നവഗ്രഹങ്ങളെയും ഒരേ സ്ഥലത്ത് ദർശിക്കാം. കീഴഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ വൈകുന്നേരം 4:30 മണിയോടുകൂടെ അടയ്ക്കും. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നവനരസിംഹ ക്ഷേത്രങ്ങളിൽ ഛത്രവട ക്ഷേത്രവും യോഗാനന്ദ ക്ഷേത്രവും മാത്രമാണ് സന്ദർശിച്ചത്. അതിനുശേഷം അന്ന് വൈകുന്നേരത്തോടുകൂടി കീഴഹോബിലത്തിൽ തന്നെയുള്ള പ്രഹ്ലാദവരദ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഈ ക്ഷേത്രം രാത്രി 8 മണി വരെ തുറന്നിരിക്കും. സർ, యాక్చువల్గా ఇదల్లా అహోబిల క్షేత్రం, లక్ష్మీ నరసింహస్వామి టెంపుల్. అహోబిల క్షేత్రంలోది టోటల్ 9 టెంపుల్. 9 నరసింహర్ ఉద్భవమూర్తి స్వయంభూ. బట్ లక్ష్మీ నరసింహర్ ఇస్ నాట్ కౌంటింగ్. 9 నరసింహర్ నాట్ కౌంటింగ్. ఇది లక్ష్మీ నరసింహర్ శ్రీనివాస ప్రతిష్ట పడిన కోయల్. యాక్చువల్గా శ్రీనివాసన్ పద్మావతిని కళ్యాణం పడిన అப்புறம் యా దేవుడికి పూజ పడిను, యా దేవుడికి నైవేద్యం పడిను அவருக்கு தெரியாது. అప్పుడు శివ బ్రహ్మ ఆల్ దేవుడు ఇస్ తిరుపతి ఇస్ కమింగ్ శ్రీనివాస కళ్యాణానికి. என்ன சுவாமி ఆలోచిస్తున్నారు என்ன பண்றான்னா, నా కళ్యాణానికి యా దేవుడికి పూజ పడిను, యా దేవుడికి నైవేద్యం పడిను. അഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ക്ഷേത്രമാണിത്. ശ്രീകോവിലിനുള്ളിൽ നരസിംഹമൂർത്തി ലക്ഷ്മി സമേതനായി ശാന്ത സ്വരൂപത്തിലാണ് ദർശനം നൽകുന്നത്. ഈ ക്ഷേത്രം തിരുപ്പതി വെങ്കടേശ പെരുമാൾ സ്ഥാപിച്ചതാണെന്നാണ് വിശ്വാസം. വെങ്കടേശ പെരുമാൾ പത്മാവതി ദേവിയുമായുള്ള വിവാഹത്തിന് മുൻപ് ഇവിടെ വന്ന് ലക്ഷ്മി നരസിംഹസ്വാമിയെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം ഇവിടെ വെച്ചാണ് നരസിംഹമൂർത്തി പ്രഹ്ലാദന് വരം നൽകി അനുഗ്രഹിച്ചതെന്നും ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് പ്രഹ്ലാദ വരദ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം എന്ന് പേര് വന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ മണ്ഡപത്തിലെ തൂണുകളാണ്. ഓരോ തൂണുകളിലും നരസിംഹമൂർത്തിയുടെ വിവിധ ഭാവങ്ങളെയും വളരെ മനോഹരമായ ശില്പങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്.
ക്ഷേത്രത്തിന് മുന്നിലായി ഒരു വിജയസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട്. 1584 വിജയനഗര ഭരണകാലത്ത് ഗോൽക്കൊണ്ട നവാബുകളെ പരാജയപ്പെടുത്തിയതിന്റെ വിജയ ചിഹ്നമായാണ് ഈ സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായറിന്റെ ഭരണകാലത്ത് അദ്ദേഹം യുദ്ധത്തിന് പോകുന്നതിന് മുൻപും യുദ്ധം ജയിച്ച് തിരിച്ചു വന്നതിന് ശേഷവും ഇവിടെ വന്ന് ലക്ഷ്മി നരസിംഹസ്വാമിയെ വണങ്ങുമായിരുന്നു അത്രേ. വിജയനഗര ഭരണകാലത്താണ് ക്ഷേത്രം ഇത്രയും വിപുലമായ രീതിയിൽ നിർമ്മിച്ചതെന്നാണ് ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിന് സമീപം ചെറിയ ഭക്ഷണശാലകളും മറ്റ് കടകളുമൊക്കെയുണ്ട്. ഇവിടെ പാർക്കിങ്ങിനും സൗകര്യമുണ്ട്. പിറ്റേ ദിവസം രാവിലെ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ നിന്ന് തന്നെ പ്രഭാത ഭക്ഷണവും കഴിച്ച ശേഷം 6:30 മണിയോടുകൂടി മേൽ അഹോബില ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി പുറപ്പെട്ടു. മുന്നോട്ട് പോകുന്തോറും കാടിനുള്ളിലേക്ക് കടക്കുന്ന ഒരു പ്രതീതി ഉണ്ടായി. വേനൽക്കാലമായതിനാൽ മരങ്ങൾ അങ്ങിങ്ങായി ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പൂർവഘട്ട മലനിരകളിലെ നല്ലമല ഫോറസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് ഈ പ്രദേശം. ഭാരതത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വനപ്രദേശങ്ങളിൽ ഒന്നായ ഇവിടം നിരവധി പുരാതന സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തെലുങ്കിൽ നല്ലമല എന്നാൽ കറുത്ത കുന്നുകൾ എന്നാണ് അർത്ഥം. ഇടതൂർന്നതും ഇരുണ്ടതുമായ പ്രദേശം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുറച്ചു ദൂരം യാത്ര ചെയ്ത് അഹോബില നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപമെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഇവിടെ കടകളും ചെറിയ ഭക്ഷണശാലകളും ഒക്കെ ഉണ്ട്. കൂടാതെ അടുത്തു തന്നെ ഓരോ മഠങ്ങൾ നടത്തുന്ന അന്നദാന സത്രങ്ങളുമുണ്ട്. ഈ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനോ വെള്ളത്തിനോ മറ്റു കടകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഇതിനുശേഷം ഉണ്ടാകില്ല. മലമുകളിലേക്ക് കയറുന്നതിന് മുൻപ് ആവശ്യമുള്ള വെള്ളവും മറ്റ് സാധനങ്ങളും കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യം, മുകളിലേക്ക് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളുമൊന്നും ദയവായി കാടിനുള്ളിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്നും ഡോളി സർവീസും ലഭ്യമാണ്. അഹോബില, ജ്വാല, മാലോല, ക്രോഡ നരസിംഹ ക്ഷേത്രങ്ങളിലേക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും ഈ ഡോളി സർവീസ് പ്രയോജനപ്പെടുത്താം. 4000 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അഹോബില നരസിംഹ ക്ഷേത്രത്തിന് സമീപം നീളമുള്ള വടികൾ ലഭിക്കും. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മുകളിലേക്ക് കയറുമ്പോഴും മലയിറങ്ങുമ്പോഴുമൊക്കെ ഈ വടി നമുക്ക് ഉപകാരപ്പെടും. അഹോബില, ക്രോഡ, ജ്വാല, മാലോല നരസിംഹ ക്ഷേത്രങ്ങളിലേക്ക് പോയി വരാൻ ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട്. കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. വെള്ളവും പാറക്കെട്ടുകളും പടികളും ഒക്കെ കടന്നുള്ള വ്യത്യസ്തമായ യാത്രയായിരിക്കും ഇനി മുന്നോട്ടുള്ളതെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പർ അഹോബിലത്തിൽ ആദ്യം സന്ദർശിച്ചത് അഹോബില നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ഇവിടെ ഭഗവാനെ അഹോബില നരസിംഹർ എന്നും ഉഗ്ര നരസിംഹർ എന്നും അറിയപ്പെടുന്നു. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതും പുരാതനവുമായ ഈ ക്ഷേത്രം അഹോബില ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷമുള്ള ഉഗ്രരൂപത്തോടെയാണ് ഇവിടെ ഭഗവാൻ കാണപ്പെടുന്നത്. നരസിംഹത്തിന്റെ കോപം ശാന്തപ്പെടുത്താനായി കൃതയുഗത്തിൽ ശിവൻ സ്വയം ഇവിടെ വന്ന് പൂജ ചെയ്തിരുന്നു അത്രേ. ത്രേതായുഗത്തിൽ ശ്രീരാമനും, ദ്വാപരയുഗത്തിൽ പാണ്ഡവരും, കലിയുഗത്തിൽ തിരുപ്പതി വെങ്കടാചലപതിയും ഇവിടെ വന്ന് നരസിംഹമൂർത്തിയെ ആരാധിച്ചിരുന്നു. ശ്രീരാമചന്ദ്രൻ അഹോബില സന്ദർശന വേളയിലാണ് നരസിംഹ പഞ്ചാമൃത സ്തോത്രം ചിട്ടപ്പെടുത്തിയതെന്നാണ് വിശ്വാസം. 8-ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യർ ഇവിടെ ശ്രീകോവിലിൽ സുദർശന ചക്രം സ്ഥാപിച്ചു. ഇവിടെ സെഞ്ചുലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെയും രാമലക്ഷ്മണന്മാരെയും ഒക്കെ ദർശിക്കാൻ സാധിക്കും. അഹോബില മഠത്തിന്റെ 6ാമത്തെ മഠാധിപതിയായിരുന്ന ശ്രീമദ് ശാഷ്ട പരാങ്കുശ യതീന്ദ്ര മഹാദേശികന്റെ സമാധി സ്ഥലവും ഇവിടെയാണുള്ളത്. വിദേശ ആക്രമണങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ സംരക്ഷിക്കാനായി വിഗ്രഹങ്ങളുമായി ക്ഷേത്രത്തിനകത്തുള്ള ഒരു ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നില്ല. അദ്ദേഹം ഈ ഗുഹയിൽ തീവ്രമായ തപസ്സിലാണെന്നും വിശ്വാസമുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ ക്ഷേത്രത്തിനുള്ളിൽ മണിയടിയും മന്ത്രോച്ചാരണങ്ങളും കേൾക്കാറുണ്ടത്രേ.
സമാധിയിൽ നിന്നുണർന്ന് ഈ സന്യാസി വര്യനാണ് ഇവിടെ രാത്രി സമയങ്ങളിൽ ഭഗവാനെ ആരാധിക്കുന്നതെന്നാണ് സ്ഥലവാസികൾക്കിടയിലുള്ള ശക്തമായ വിശ്വാസം. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പുരാതന ക്ഷേത്രം പോലെ തോന്നുമെങ്കിലും ഇതൊരു ഗുഹാക്ഷേത്രമാണ്. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ അഹോബില നരസിംഹർ സ്വയംഭൂ മൂർത്തിയാണെന്നാണ് വിശ്വാസം. മറ്റുള്ളവ ദേവന്മാരാലും ഋഷിമാരാലും സ്ഥാപിതമായതാണ്. അഹോബില നരസിംഹ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ വലതുവശത്തേക്ക് ഒരു വഴി കാണാം. അതുവഴി 7 കിലോമീറ്റർ കാടിനുള്ളിലൂടെ നടന്നാൽ പാവന നരസിംഹസ്വാമി ക്ഷേത്രത്തിലെത്താം. 1000 പടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അതികഠിനമായ യാത്ര എന്നതുകൊണ്ട് പലരും കീഴ് അഹോബലത്തിൽ നിന്നും ജീപ്പിലാണ് പാവന നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പാവന നരസിംഹ ക്ഷേത്രത്തിലേക്ക് ജീപ്പിൽ പോകാമെന്ന് തീരുമാനിച്ചതിനാൽ ആദ്യം ജ്വാല, മാലോല, ക്രോഡ നരസിംഹ ക്ഷേത്രങ്ങൾ ദർശിക്കാനായി നേരെയുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയി. താഴെയുള്ള നീരൊഴുക്കിന് മുകളിലായി ഇരുമ്പ് പാലം കെട്ടിയിട്ടുണ്ട്. പടികൾ കയറി പാലം കടന്നു വേണം അപ്പുറത്തേക്ക് പോകേണ്ടത്. ഇനി മുന്നോട്ടുള്ള പാതയിലെല്ലാം ഇതുപോലെ പാലങ്ങളും പടികളും പാറക്കെട്ടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. 3.5 കിലോമീറ്റർ നമ്മൾ ഈ പാതയിലൂടെയാണ് യാത്ര. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.